അടിപൊളിയായിട്ടുണ്ട്. ധ്യാനൊക്കെ അടിപൊളി. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പ്രോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? മാസ് അടിപൊളി ചെയ്തിട്ടുണ്ട്. ഒരു തിരിച്ചുവരവാണോ? തിരിച്ചറിവാണ് റിയൽ കമ്പാക്ക്. ഓക്കെ ചേട്ടാ അങ്ങനെ കുഴപ്പമില്ല. ധ്യാനൊക്കെ സൂപ്പർ ഓടെ നല്ല ക്ലാസ് ഓടെ. ഞാൻ അടിപൊളിയാണ്. അടിപൊളി. നിവിൻ പോളി പ്രണവ് എല്ലാവരും അടിപൊളി. ചേട്ടാ അടിപൊളി പടം. പ്രോ സിനിമ കൊള്ളാം. അടിപൊളിയാണ്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. പ്രണവ്, വിനീത്, എല്ലാവരും. ധ്യാനൊക്കെ നല്ല പടം. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് വമ്പൻ തിരിച്ചുവരവാ. നല്ലതാണ്. ധ്യാനൊന്നും പറയാനില്ല. നല്ല കോംബോ ആണ് ഇവർ രണ്ടുപേരും. പ്രണവിൻ്റെയും ധ്യാൻ്റെ ഒക്കെ കോംബോ സൂപ്പർ. അജു വർഗീസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു നല്ലൊരു ഇതാ വരുന്നത്. ശരിക്കും വിനീതിൻ്റെ മാജിക് ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ തീർച്ചയായും ധ്യാൻ അടിപൊളി, പ്രണവ് അടിപൊളി, നിവിൻ പോളി അടിപൊളി. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു മാജിക്കാണ്. അടിപൊളി. ഇഷ്ടപ്പെട്ടു. ധ്യാൻ ശ്രീനിവാസൻ, ഞാൻ തോന്നുന്നില്ല. സൂപ്പർ. അടിച്ചു പൊളിച്ചു. ചേട്ടാ സിനിമ നല്ല പടം. ഞാൻ തന്നെ പറയാം. സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ്റെ മക്കള് നല്ലപോലെ അഭിനയിച്ചു. എല്ലാരും ഒന്നിനോടൊന്നും വെച്ചു. ഭയങ്കര സംതൃപ്തി. എല്ലാരും ഒരുപോലെ. അതാണ് അതിന്റെ മിടുക്ക്. കൂട്ടുകെട്ട്. സൂപ്പർ പടം മക്കളെ. അടിപൊളിയായിട്ടുണ്ട്. പണ്ടത്തെ ദാസനും വിജയൊക്കെ ഒന്നുകൂടെ ഒന്ന് പുനർജനിച്ച പോലെയുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ കഥ സൂപ്പർ. പിന്നെ എല്ലാം നല്ല ഒപ്പത്തിനൊപ്പം. അച്ഛൻ്റെ മക്കൾ തന്നെ എല്ലാം. പ്രണവാണേലും വിനീത് ശ്രീനിവാസനാണേലും ധ്യാനാണേലും എല്ലാം ഒപ്പത്തിനൊപ്പം. കരഞ്ഞു. ഇമോഷൻസ് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. നല്ല സൂപ്പർ പടം. കൊള്ളാം. സൂപ്പർ. ചേട്ടാ സിനിമ എന്താണ് ഇഷ്ടപ്പെട്ടത്? നല്ലൊരു കംബാക്ക് തന്നെ. എല്ലാം കൊള്ളാം. സിനിമ ഓൾമോസ്റ്റ് കൊള്ളാം. കംബാക്ക് കിടിലം പടം. ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഇമോഷണൽ കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കിടിലം പടമായിരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ രീതിയിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ആക്ടിങ്ങിൽ നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ധ്യാൻ നല്ല രീതിയിൽ തന്നെ നല്ലൊരു പടം എല്ലാം ഉണ്ട്. അത് നിവിൻ പോളിയൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമയുടെ മൂഡ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും. നിവിൻ പോളിയൊക്കെ പിന്നെ ഫുൾ ഫയറാണ്. ഇത് ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂസ് ഉള്ളതാണ്. നല്ല കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ചിന്തിക്കാനുണ്ട്. നല്ലൊരു ലൈവായിട്ടുള്ളൊരു സൂപ്പർ. ഭയങ്കര തിരിച്ചു വരവ് വന്നിട്ടുള്ളത്. നല്ല ഈ അടുത്ത് കണ്ടിട്ടുള്ള നല്ല തിരിച്ചു വരവ് വന്നിട്ടുള്ളത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെയൊക്കെ ആണെങ്കിൽ പുള്ളിന് ഈ സ്റ്റാർഡം ഇനിയും അങ്ങോട്ട് കൂടും. ഇതേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എല്ലാം പറയുമ്പോൾ ബേസിൻ്റേതായിട്ടുള്ള നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് നിവിൻ പോളിക്കാണ്. നല്ല പടം. ധ്യാനൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആക്ഷൻ പടത്തിനെക്കാട്ടിലും ഒരു നടനെന്ന നിലയ്ക്ക് ആക്ടിങ് അത് പ്രണവും ധ്യാനും എല്ലാം അതൊന്നുമല്ല. നമുക്ക് വേറൊരു ജോണറിൽ പുതിയൊരു സിനിമയും കൂടെ വന്നേക്കുന്നത്. അപ്പം എല്ലാ സിനിമകളും വ്യത്യസ്ത ജോണറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫീൽ ഗുഡിൽ അടുത്ത ജോണറിൽ അടുത്ത പടം വന്നേക്കുന്നത്. അതിൽ 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നത്. ഇമോഷനിലേക്ക് നല്ല കണക്റ്റ് ആവും. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.